നമസ്കാരം. വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു എന്നല്ല, ആ സംഘർഷം അവസാനിച്ചിരിക്കുന്നു. അതിർത്തികളിൽ ഇനിയും വെടിവെപ്പ് ഉണ്ടാവില്ല, മറ്റ് മിലിറ്ററി ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അമേരിക്കയാണ് മധ്യസ്ഥർ. അല്പം മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രതിനിധി ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു ഭാരതം വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണെന്ന്. പക്ഷേ ആ പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുള്ള നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഭാരതം ഒട്ടും തൃപ്തിയില്ലാതെയാണ് ഈ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു വെടിനിർത്തലിന് ഭാരതം സമ്മതിച്ചത് എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ, ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അത് മനസ്സിലാവും. പക്ഷേ എന്തായാലും ഭാരതം ഇത് സമ്മതിച്ചിരിക്കുന്നു. ഇതിലെ സൂചനകൾ വളരെ കൃത്യമാണ്. ആ സൂചനകളെക്കുറിച്ച് 2-3 കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഒന്ന്, ഇന്നലെ രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി ഭാരതം പാകിസ്ഥാനിൽ നടത്തിയ പ്രിസൈസ് അറ്റാക്കുകളാണ്. ഒരേ ടൈമിൽ ഏതാണ്ട് തുടർച്ചയായി തന്നെ ഭാരതം ആക്രമിച്ചത് മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ എയർഫോഴ്സിനെയാണ്. പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളെയാണ് ആക്രമിച്ചത്. പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഒരൊറ്റ ഫൈറ്റർ വിമാനങ്ങൾ പോലും തൊടാതെ ആ എയർ ബേസുകളെയാണ് ആക്രമിച്ചത്. അത് ഇസ്ലാമാബാദിലും അതേപോലെ കറാച്ചിയിലും അതേപോലെ റാവൽപിണ്ടിയിലും ഒക്കെയുള്ള ബേസുകളെയാണ് ആക്രമിച്ചത്. അതോടുകൂടി പാകിസ്ഥാൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു കൃത്യമായ ആക്രമണമായിരുന്നു ഭാരതം ഇന്നലെ രാത്രി നടത്തിയത്. യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള ബാക്കി സ്ക്രിപ്റ്റ് ഭാരതത്തിൻ്റെ ഭാഗത്ത് തയ്യാറായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ആക്രമണങ്ങളുടെ, പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ശൈലി ഈ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ക്രിപ്റ്റഡായ, വളരെ പ്ലാൻഡായ, ഘട്ടം ഘട്ടമായി മുന്നേറുന്ന തരത്തിൽ, അതായത് ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾ മാത്രം ചെയ്ത് ആ പ്രത്യാക്രമണങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഭേദിച്ചാണ് ഭാരതം മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ ആ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പൊളിറ്റിക്കൽ റീസൺ ആണോ അത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾക്ക് പിന്നീട് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിഞ്ഞുകൂടാ. ഒരു ഒരു മണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്വീറ്റിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു, അവിടെ സമാധാനം പുലരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത്. എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഭാരതത്തിൽ തന്നെ ആരും അത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുവെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ, അതേപോലെ അജിത് ഡോവൽ എന്നിവരും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെരീഫും അതേപോലെ അസീം മുനീറും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അമേരിക്കൻ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ച ശേഷം അതിൻ്റെ തൊട്ട് പിന്നാലെ പാകിസ്ഥാനും വെടിനിർത്തൽ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. പക്ഷേ ഭാരതം ആ സമയത്തും ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ഭാരതം അത് സ്ഥിരീകരിച്ചത്. എന്ന് മാത്രമല്ല, ആ സ്ഥിരീകരണത്തിൻ്റെ രീതി തന്നെ മീഡിയയുടെ മുമ്പിൽ വരുന്നു, വിദേശകാര്യ സെക്രട്ടറി വരുന്നു, അദ്ദേഹം ഒരൊറ്റ സെൻറ്റൻസിൽ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരമെടുക്കാനോ പതിവുള്ള ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു പ്രസന്ന ഭാവമോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റ് ചില സമ്മർദ്ദങ്ങൾ ഒരു പക്ഷേ ഇതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. എന്തായാലും പാകിസ്ഥാനെ കൃത്യമായി ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ന് അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പാകിസ്ഥാൻ പലരുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. തത്വമയി തന്നെ ഒരു 3-4 മണിക്കൂറുകൾക്ക് മുമ്പ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ചൈനയോട് മീഡിയേഷന് വേണ്ടി, മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ സമീപിച്ചിരുന്നു എന്നുള്ളത്. ചൈന മാത്രമല്ല, പാകിസ്ഥാൻ സൗദി അറേബ്യയും സമീപിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ചൈനയുടെ ഒരു പ്രസ്താവന, സമാധാനം വേണം എന്നുള്ള ഒരു പ്രസ്താവന വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന്. പാകിസ്ഥാനെ എന്തായാലും മുട്ടുകുത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് കൊള്ളേണ്ടിടത്താണ് കൊണ്ടത്. ഇനി ഇതിനകത്തെ അറിയേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഇക്കാര്യത്തിലുണ്ടായ ഈ ഒരു ആക്രമണത്തിലുണ്ടായ നഷ്ടമാണ്. അത് വെറും എയർബേസുകളാണോ? പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആയിരുന്നു യഥാർത്ഥത്തിൽ തുടക്കം മുതൽ ഭാരതത്തിൻ്റെ ലക്ഷ്യം.
ആ ലക്ഷ്യം ഭേദിക്കാൻ ഭാരതത്തിന് സാധിച്ചോ എന്നുള്ള ഒരു ചോദ്യം. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിനുള്ള ന്യൂക്ലിയർ ആയുധങ്ങളുടെ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഭാരതത്തിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം ഭാരതത്തിന് കൈവരിക്കാൻ സാധിച്ചോ, അത് സാധിക്കാതെ പോയോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സർഗോദയിലെ മുഷാഫ് എയർബേസ് അത് ഭാരതം ഇന്നലെ രാത്രി ആക്രമിച്ചിരുന്നു. ഈ എയർബേസിനോട് ചേർന്നാണ് ആയുധങ്ങളുടെ വലിയ കലവറയുള്ളത്. ന്യൂക്ലിയർ ആയുധങ്ങളുടെയും കലവറ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ മുഷാഫ് എയർബേസ് ഭാരതം ആക്രമിച്ചു ഇന്നലെ രാത്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുക? എന്താണ് ഇത്രയും നാൾ മസിൽ പെരുപ്പിച്ച് നിന്ന പാകിസ്ഥാൻ 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് യു ടേൺ അടിച്ചത്? എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കണമെന്ന്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും പുറത്തു വരും. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നാണം കെട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഹൽഗാമിന് നമ്മൾ വലിയൊരു പ്രതികാരം ചെയ്തു എന്ന് മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും കൊല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ലിസ്റ്റ് ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ജയ് ഹിന്ദ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.